കൊച്ചിക്കും തിരുവിതാംകൂറിനും അത്രയ്ക്ക് പരിചിതമല്ലാത്ത മലബാറിൻ്റെ അല്ല മലപ്പുറത്തിൻ്റെ സ്വന്തമായ അഖണ്ഡ നാമയജ്ഞം. നമ്മളിപ്പോൾ ഉള്ളത് അങ്ങാടിപ്പുറത്തിനടുത്തുള്ള മുണ്ടോക്കോട് ചമ്മർവട്ടത്ത് ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലാണ്. എല്ലാ വർഷവും വൃശ്ചിക മാസത്തിൽ ഈ ക്ഷേത്രത്തിൽ നടത്താറുള്ള ചടങ്ങാണ് അഖണ്ഡ നാമയജ്ഞം. സ്വാമി അയ്യപ്പന്റെ കഥയിലെ മഹിഷി നിഗ്രഹവുമായുള്ള ഐതിഹ്യമാണ് ഈ ചടങ്ങിന് പിന്നിൽ. ദേവലോകം കീഴടക്കിയ മഹിഷിയെ ഭയന്ന് ദേവന്മാരെല്ലാം കാട്ടിലൊളിച്ചിരിക്കുന്ന സമയം മഹിഷിയുടെ നിഗ്രഹം അറിയിക്കാൻ നാരദമുനി കാട്ടിലെത്തി. മഹിഷി അയ്യപ്പനാൽ വധിക്കപ്പെട്ടു എന്ന വാർത്ത കേട്ട് സന്തോഷവാന്മാരായ ദേവഗണങ്ങൾ അയ്യപ്പനെ സ്തുതിച്ചുകൊണ്ട് നാരദരുടെ ചുറ്റും ആനന്ദ നൃത്തമാടിയ ഐതിഹ്യമാണ് നാമജപത്തിനുള്ളത്. ക്ഷേത്ര ശ്രീകോവിൽ നിന്നും പൂജിച്ചു കൊണ്ടുവരുന്ന അയ്യപ്പ വിഗ്രഹം താൽക്കാലികമായി തയ്യാറാക്കുന്ന അഖണ്ഡനാമ കോവിലിൽ പ്രതിഷ്ഠിക്കുന്നതാണ് ആദ്യ ചടങ്ങ്. ക്ഷേത്രതന്ത്രി താൽക്കാലിക ക്ഷേത്രത്തിൽ പൂജകൾ നടത്തി നാരദ സങ്കല്പത്തിലുള്ള ഗുരുസ്വാമിക്ക് തുളസിമാലയും മരവീണയും നൽകുന്നതോടുകൂടി അഖണ്ഡനാമം ആരംഭിക്കുന്നു. ഗുരുസ്വാമിയെ നടുക്ക് നിർത്തി മറ്റുള്ള സ്വാമിമാർ ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര മന്ത്രം ചൊല്ലി നൃത്തം ചെയ്യുന്നു. ഉദയത്തിൽ ആരംഭിച്ച് അടുത്ത ഉദയം വരെ ഈ ചടങ്ങ് തുടരുന്നു. മുണ്ടോക്കോട് ചമ്രവട്ടത്ത് അയ്യപ്പസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അറിയാം. ഏവർക്കും അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സ്നേഹപൂർവ്വം വിടവാകുന്നു. നിങ്ങളുടെ കുഞ്ഞു സ്റ്റോറി.